നമ്മൾ എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ശരി, എത്ര വലിയ നോമ്പുകാരാണെങ്കിലും ശരി, ആർക്കാണ് നമ്മുടെ നിസ്കാരം വേണ്ടത്, ആർക്കാണ് നമ്മുടെ നോമ്പ് വേണ്ടത്? സ്വഭാവം നന്നാക്കാതെ, പെരുമാറ്റം നന്നാക്കാതെ നീ ഇങ്ങനെ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? നമ്മുടെ നിസ്കാരം കൊണ്ട് അള്ളാഹുവിന് എന്ത് ഉപകാരമാണുള്ളത്? നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് മാന്യമായി പെരുമാറണം. അവരെ വെറുപ്പിക്കരുത്, അവരെ ചതിക്കരുത്, അവരെ വേദനിപ്പിക്കരുത് എന്നാണ് നിരന്തരമായി പരിശുദ്ധ ഹബീബും അള്ളാഹുവും നമ്മോട് ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു വിഷയത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നിസ്കാരത്തിൽ ചെയ്യുന്ന ഫോക്കസിനേക്കാളും, തഹജ്ജുദിൽ കാണിക്കുന്ന ആവേശത്തിനേക്കാളും നമ്മുടെ സ്വഭാവം നന്നാക്കാൻ, നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ, നമ്മുടെ ഇടപാട് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് നന്നാവാതെ ആ നിസ്കാരം ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്നാലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് 100% ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് അതിനെ